ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റാണ് നോക്കുന്നത്, പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായി, അതായത് ഒരുപാട് പേരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറയണ്ടേ. കാരണം ഈ മാത്സ് ഞങ്ങൾ പഠിച്ചൊന്നുമല്ലെന്നേ, ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് പെട്ടെന്ന് സിലബസിൽ വന്നപ്പോൾ ഈ ഒരു സെക്ഷൻ ആർക്കും അറിയില്ല. ഞാൻ പഠിപ്പിക്കുന്ന മിക്ക വീട്ടിലെ ആൾക്കാരൊക്കെ വിളിക്കാൻ ട്രൈ ചെയ്ത് നോക്കി, എവിടെ നിന്നും കിട്ടിയില്ല. ഓക്കെ, അവസാനം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പക്ഷേ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഇൻഫറൻസ് തിയറി പഠിച്ചു അല്ലേ. അതായത് ഫസ്റ്റ് യൂണിറ്റിൻ്റെ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകുന്നത് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റുകൾ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറച്ച് ട്രൂത്ത് വാല്യൂസ് ഉപയോഗിച്ചിട്ട് ടോട്ടോളജിന്ന് പ്രൂവ് ചെയ്യാനും, അതുപോലെ കോൺട്രഡിക്ഷന് പ്രൂവ് ചെയ്യാനും, അതുപോലെ ട്രൂത്ത് വാല്യൂസ് കാണാനും, പിന്നെ ഒരു അവസാനം ഞാനൊരു കൺജക്റ്റീവ് നോർമൽ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കൂടി പഠിപ്പിച്ചിരുന്നു, ഓർമ്മയുണ്ടോ ലാസ്റ്റ്? അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണേ, ഫസ്റ്റ് മൊഡ്യൂൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്, മനസ്സിലായോ? ഓക്കെ ആണോ ഗൈസിലെ? ആദ്യത്തെ സെക്ഷൻ ഓക്കെ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നന്നായിട്ട് നോക്കണേ, അതിൽ തിയറീസ് നന്നായി നോക്കണം കേട്ടോ. ഓരോന്ന് എന്താണെന്നൊക്കെ ഡെഫിനേഷൻസൊക്കെ വരില്ലേ, ടോട്ടോളജി എന്താണ്, കോൺട്രഡിക്ഷൻ എന്താണ്, അങ്ങനെയുള്ള അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കണം, കാരണം കുറച്ച് പേരല്ലേ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ സെക്കൻഡ് മോഡ്യൂൾ അതുപോലെ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇതിൽ കുറച്ചുകൂടിയും രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. ശരിക്കും പറഞ്ഞൊരു യൂണിറ്റിലുള്ള അത്രയും ടോപ്പിക്കൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം നോട്ട് അയച്ചെന്നില്ല, തിയറി മാത്രം, അത്രയും തിയറി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഒരു വെറൈറ്റി സാധനങ്ങളാണ് പ്രൂവ് ദാറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവസാനം ഓരോരുത്തർ കുറ്റം പറയാൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം റെക്കോർഡ് ചെയ്യുന്നതാണ്, ഞാൻ പബ്ലിക്കാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഓക്കെ, ഇനി കുറേ പിള്ളേർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സാറ് സെക്കൻഡ് സെം എങ്ങനെ ചെയ്യും, സെക്കൻഡ് സെം ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. നോക്കട്ടെ, അപ്പോൾ പബ്ലിക്കാക്കണമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല. കാരണം ഇത് ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന മാത്സ് പഠിച്ച MSc മാത്സ് പഠിച്ചവരൊക്കെ ചോദിച്ചു. ആർക്കും അറിയില്ല, ഇത് ബിടെക്കിൽ എന്താ വരുന്ന ഒരു ടോപ്പിക് അത്രേ. അപ്പോൾ ആർക്കും അതിനെക്കുറിച്ചിട്ട് അറിയുന്നില്ല സത്യം പറയാനല്ലേ. അപ്പോൾ ഇത് മാത്സുകാർ പഠിപ്പിക്കേണ്ടതല്ല തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കാം. അപ്പോൾ ഇതിൽ കുറേ ഞാൻ അയച്ചിരുന്ന എല്ലാ ഡെഫിനിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ അയച്ചിരുന്നത് എന്താണ് പ്രെഡിക്കേറ്റ് എന്നും എന്താണ് പ്രെഡിക്കേറ്റ് ലോജിക് എന്നും ഓരോ ഡെഫിനിഷൻസ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നോട്ട് അയച്ചിരുന്നു. അതൊക്കെ നന്നായി പഠിച്ചോളണേ, കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റിന് 1 വേർഡും 4 മാർക്കും ഒക്കെ ഡെഫിനിഷൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എന്താണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ബൗണ്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീ വേരിയബിൾ എന്താണ്, സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂൾസ് ഓഫ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ തന്നെ റൂൾ US, റൂൾ ES, റൂൾ UG, റൂൾ UG, അതുപോലെ EG എന്ന് പറഞ്ഞിട്ട് 4 റൂളുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആ ഡെഫിനേഷൻസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതൊന്ന് പഠിക്കണം കേട്ടോ നന്നായിട്ട്, കാരണം ഇതെല്ലാം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, സെക്കൻഡ് യൂണിറ്റിൽ കൂടുതൽ തിയറീസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രോബ്ലം ഉണ്ട്, 1.5 പ്രോബ്ലമാണ്. അതൊരു ഉടായ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യാം, അതായത് ക്വസ്റ്റ്യൻ പ്രൂവ് ആയിട്ടൊന്നായിരിക്കും. പിന്നെ ഒന്നും നോക്കേണ്ടത്, നമ്മൾ ചെയ്യാനുള്ള സ്റ്റെപ്സൊക്കെ മനസ്സിലാക്കിയെടുക്കുക, എന്നിട്ട് ഒരു 1.5 ലെവലിൽ നമ്മൾ ചെയ്യാൻ കേട്ടോ. ഫുൾ ഉടായ്പാണ്. അത് കണ്ട ഈ വീഡിയോ ഞാൻ പബ്ലിക്കാക്കില്ല വിചാരിക്കുന്നത്, കാരണം യൂണിവേഴ്സിറ്റിക്കാർ കണ്ടു കഴിഞ്ഞാൽ അവസാനം നമുക്ക് പണിയായി, സാറ് ഫുള്ള് തരികട പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോൾ ഞാൻ തിയറി എഴുതി തന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ മാത്സിലല്ല മൊത്തത്തിൽ എല്ലാവരും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാറുണ്ട് അല്ലേ. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിരിക്കാം. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സെക്കൻഡ് യൂണിറ്റാണ്, പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്ന് പറയുന്ന സെക്ഷനാണ്. പ്രെഡിക്കേറ്റ് ലോജിക്, പ്രെഡിക്കേറ്റ് എന്നാണ് വിളിക്കുന്നത്, പ്രെഡിക്കേറ്റ് ലോജിക് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് മാത്സിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ചൊന്നുമില്ല 1-2 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ അപ്ലൈ ചെയ്ത കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു തിയറി പറയുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണേ. X ഈസ് ഗ്രേറ്റർ ദാൻ 10. എക്സ് ഗ്രേറ്റർ ദാൻ, ചെറിയൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ?
10ന് ശേഷമുള്ള നമ്പേഴ്സ്. ശരിയല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? അതായത് 10ന് ശേഷമുള്ളത് എല്ലാം വരും അല്ലേ? അതായത് 11 വരാം, അല്ലെങ്കിൽ 10.5 വരാം, 12 വരാം, അങ്ങനെ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഡസ്റ്റർ വേണമെന്നില്ല, ഒരു മിനിറ്റ്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഉണ്ടാവും, എങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് മാത്സിൽ. ഒരു മിനിറ്റ്, ബോർഡാകണം, ഡസ്റ്റ് തണുത്തു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ വായിക്കാം? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 10. ഇതല്ലേ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്? എക്സ് എന്നുള്ള നമ്പർ ഗ്രേറ്റർ ദാൻ 10 എന്നാണ്. ഇതിന് 2 പോർഷൻ ഉണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞൊരാളുണ്ട്, എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. 2 കാര്യങ്ങളാണ്. എക്സ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ബോഡി എന്ന് വിളിക്കുന്ന പോലെ എക്സ് എന്നുള്ളതാണ്. അതായത് ആരൊക്കെ വരാം? എക്സ് ഗ്രേറ്റർ ദാൻ 10, 11, 12, 13 അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പം നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 10. ഇപ്പോൾ സെറ്റ് ഓഫ് എക്സ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഡിജേഴ്സ് മാത്രം എടുത്തു, എണ്ണൽ സംഖ്യകൾ, അപ്പോൾ ഇൻഡിജേഴ്സ് എടുത്തു. ഇൻഡിജേഴ്സിൽ എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരാം? 11 വരാം, 12 വരാം, 13 വരാം, 14 വരാം, എക്സെട്ര. ഇതാണ് എല്ലാ എക്സുകൾ. മനസ്സിലായോ? ഇതെല്ലാം എക്സുകളാണ്. ശരിയല്ല? എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് ഇതാണ്, എക്സ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് വേരിയബിൾ എന്ന് വിളിക്കുന്നത് എക്സ് എന്നുള്ളതാണ് വേരിയബിൾ. ഓക്കെ ആണോ? അതിന് ഒരു ടോപ്പിക് കൂടി, അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 10 എന്നാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? സോറി, നേരത്തെ പറഞ്ഞത് വേരിയബിളാണ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഇതാണ്. ഗ്രേറ്റർ ദാൻ 10 എന്ന് വിളിക്കുന്നതാണ്. എക്സ് എന്നുള്ള വേരിയബിൾ ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ ഇവിടെ 2 ഇതുണ്ട്. ഒന്ന് വേരിയബിളുണ്ട്, എക്സ് എന്നുള്ളൊരു വേരിയബിളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സാധനം സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. ഈ സബ്ജക്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അതായത് നമ്മുടെ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് ഇതാണ്, ഗ്രേറ്റർ ദാൻ 10 എന്നാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഇതിനെ പി എന്ന് കൊടുക്കാം. ഇത് ഒരു എക്സ് എന്ന് വിളിക്കാം, വേരിയബിൾ. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു മാറ്റി. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റി. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 10. ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞു. അതായത് ഈ എക്സ് എന്നുള്ള ഈ വേരിയബിളിനും ഈ പ്രെഡിക്കേറ്റിനും കൂടി ഒരുമിച്ച് പറയുന്ന ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഒരു മാത്തമെറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ വിളിക്കുന്ന പേര് മാത്രമാണ് എന്ത്? പ്രെഡിക്കേറ്റ്. ഇതിനെ ഇങ്ങനത്തെ സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ എക്സ് എന്നുള്ള ഒരു വേരിയബിളും അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റും കൂടി ചേർത്ത് പറയുന്നതാണ് എന്ത്? പ്രെഡിക്കേറ്റ് എന്നുള്ളത്. പ്രെഡിക്കേറ്റ് കാൽക്കുലസ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? സാധാരണ ഒരു സബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? അതിലെ പീനെ വിളിക്കുന്ന പേര് പ്രെഡിക്കേറ്റ് എന്നും, അതായത് സബ്ജക്റ്റിനെ വിളിക്കുന്ന പേര് പ്രെഡിക്കേറ്റ് എന്നും, എക്സിനെ വേരിയബിൾ എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും കൂടി ചേരുന്ന ഈ ഒരു ഫംഗ്ഷൻ പി ഓഫ് എക്സ് എന്ന് വിളിക്കും. അതിനെ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഞാൻ നോട്ട് എഴുതിയിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മാർക്കിനെ ചോദിക്കും ഡിഫൈൻ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എന്ന് ചോദിക്കും. അതായത് കോമ്പിനേഷൻ ഓഫ് പ്രെഡിക്കേറ്റ് ആൻഡ് വേരിയബിൾ ഈസ് കോൾഡ് പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എന്നാണ്. ഇതിൽ വരുന്ന ലോജിക്കുകൾ, ഇതിൽ വരുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ പറയുന്ന എല്ലാത്തിനും കൂടി ചേർത്തിട്ട് ഇതിൽ വരുന്ന ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ജോയിൻറ്റും എല്ലാം വരും. പി ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ ക്യൂ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ?
അപ്പോൾ എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ ഡെഫിനേഷൻ പഠിക്കുന്ന എഴുതി നോക്കണേ. അതിൽ വരുന്ന അടുത്ത ഡെഫിനേഷനാണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്നു. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ്. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ്. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അവിടെയുള്ള മൊത്തം കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് യൂണിവേഴ്സ്. ഇപ്പോൾ നമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ റിയൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് പറയണമെങ്കിൽ ആ റിയൽ നമ്പേഴ്സിൻ്റെ മൊത്തം സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്, പാരറ്റ്, തത്തേനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന ആ മൊത്തത്തിലുള്ള കിളികളെ മുഴുവൻ യൂണിവേഴ്സായിട്ട് എടുക്കുന്നു. ചില പ്രോബ്ലത്തിൽ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിലെ സ്റ്റുഡൻസ് മുഴുവനുമാണ് എന്ത്, യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്നുള്ളത്. മനസ്സിലായോ? അതായത് നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്, മൊത്തത്തിൽ അതിൻ്റെ ഡൊമൈനിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ്. അവിടെ എക്സാമിന് ഡെഫിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എ വേരിയബിൾ ഇൻ എ പെർട്ടിക്കുലർ ഡൊമൈൻ. ഒരു പ്രത്യേക ഡൊമൈൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബേർഡ്സിൻ്റെ കൂട്ടം അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ കൂട്ടം, അങ്ങനെയുള്ള ആ ഡൊമൈനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഡെഫിനിഷൻ എഴുതി നോക്കണേ, ഞാൻ നോട്ടിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. അടുത്ത വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. ക്വാണ്ടിഫയർ എന്ന് പറയുന്ന 2 ടോപ്പിക് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ മെയിൻ പാർട്ട് എന്ന് വിളിക്കുന്നത്, ഈ ഒരു യൂണിറ്റിൽ മുഴുവനായിട്ട് വരുന്നത് ഈ 2 കാര്യങ്ങളാണ്. 2 ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ക്വാണ്ടിഫയർ, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ നോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. നമ്മൾ അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴേ ഇങ്ങനെ എഴുതാറില്ലേ, ഫോർ എവരി എക്സ് എന്ന്, ഓർമ്മയുണ്ടോ അഭിരാമേ? ഫോർ എവരി എക്സ് എന്ന് പറഞ്ഞത് മീനിങ് എന്താ? എല്ലാ എക്സിനും ഇത് ശരിയാണ് അല്ലേ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ എക്സിനും ശരിയാണെന്ന് പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം മാത്സ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഫോർ എവരി സ്റ്റുഡൻറ്റ് അല്ല, അപ്പോൾ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു BSc സെക്കൻഡ് സെമിസ്റ്റർ അല്ലെങ്കിൽ BSc സെക്കൻഡ് സെമ്മിലുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാത്സ് ഇഷ്ടമാണ് എന്നല്ല അർത്ഥം. അത് ശരിയാണോ? ശരിയെന്നല്ല, ട്രൂ ആണ്, ഫോൾസ് ആണ്. കാരണം എല്ലാവർക്കും മാത്സ് വെറുപ്പാണെന്ന് പറയുന്നത് ഓക്കെയാണ്. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഫോർ എവരി എന്നുള്ള സിമ്പിളിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. അത്രയേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? P of x is true for അല്ലെങ്കിൽ ട്രൂ ഫോർ ഓൾ എക്സ്, എല്ലാ എക്സിനും ഇത് ശരിയാണ്. ഫോർ ഓൾ എന്ന് പറയുന്നതാണ് എന്ത്, ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. അതിനുള്ള സിമ്പിൾ എങ്ങനെയാണ്, ഇങ്ങനെ ഇട്ടിട്ട് ഒരു വര വരയ്ക്കുക കേട്ടോ. ഫോർ എവരി എക്സ് P of x. ഇങ്ങനെ പറഞ്ഞ മീനിങ് എന്താണ്? ചിലപ്പോൾ കോമഡാറുണ്ട്, കോമഡില്ലെങ്കിലും കുഴപ്പമില്ല. ഫോർ എവരി എക്സ് P of x എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. ഫോർ എവരി എന്നുള്ള സിമ്പിൾ കേട്ടോ. ഫോർ എവരി എന്ന് പറയുന്ന സിമ്പിളിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. വായിക്കേണ്ടത് ഫോർ ഓൾ എക്സ് എന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഫോർ എവരി. അതിന് ടെക്സ്റ്റിൽ വേറൊരു സിമ്പിൾ കൂടി പറയുന്നുണ്ട്, ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടിട്ട് P of x. ഫോർ എവരിയുടെ വേറൊരു സിമ്പിളാണ്, ഫോർ എവരി എക്സിന് വേറൊരു സിമ്പിളാണ്, ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിടും. ഇത് രണ്ടും എന്താണ് മീനിങ്? ഫോർ എവരി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. ഓക്കെ ആണോ? നോട്ട് നോക്കിയിട്ട് എഴുതിയെടുക്കണേ. നോട്ട് ഇപ്പോൾ ഞാൻ തരുന്നില്ല, നോട്ട് നിങ്ങളതിൽ നോക്കി എഴുതിയെടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. അതിലാണ് ഞാൻ പറഞ്ഞ സിലബസിൽ എസെൻഷ്യൽ ക്വാണ്ടിഫയർ എന്നൊക്കെ കൊടുത്തേക്കണേ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ സിലബസ് അടക്കം തെറ്റിയിട്ടാണ് ആൻസർ ടൈപ്പ് ചെയ്തേക്കുന്നത്. എക്സിസ്റ്റൻഷ്യലാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിഫയർ എന്നാണ്. പേരിൽ തന്നെയുണ്ട് എക്സിസ്റ്റ് എന്നുള്ള വാക്ക്. ദേർ എക്സിസ്റ്റ് എന്ന് പറയുന്നതാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ദേർ എക്സിസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് എക്സ് ബിലോങ്സ് ടു സെക്കൻഡ് സെമ്മ് BCA.
ബി എസ് സിയിൽ ഒരു സ്റ്റുഡൻറ്റ് സച്ച് ദാറ്റ് എന്താണ് എക്സ് ഈസ് ഗ്രേസൽ എന്ന് പേരുള്ള ഒരു കുട്ടി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിലുണ്ട്. അപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ അല്ലേ, ദേർ എക്സിസ്റ്റ് ഒരു കുട്ടിയുണ്ട്, മനസ്സിലായല്ലോ. മറ്റേത് ഫോർ ഓൾ എന്നാണ്, എല്ലാവരും ശരിയാണ്, മനസ്സിലായോ. അതിൽ ദേർ എക്സിസ്റ്റ് ഒരാളെങ്കിലും എന്നുള്ള മീനിങ്ങിലാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ദേർ എക്സിസ്റ്റൻ്റ് സിമ്പിൾ എങ്ങനെയാണ്, ഈ തിരിച്ചിടുക കേട്ടോ. പല രീതിയിലൊക്കെ എഴുതാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈനെ തിരിച്ചിടുക. ഇതാണ് ദേർ എക്സിസ്റ്റൻ്റ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ദേർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. ഇതിൻ്റെ മീനിങ് എന്താണ്, എങ്ങനെ വായിക്കേണ്ടത്? ദേർ എക്സിസ്റ്റ് ആൻ എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. പി ഓഫ് എക്സ് ശരിയാകുന്ന രീതിയിൽ ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യും, ഒരു എക്സെങ്കിലും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഈ ദേർ എക്സിസ്റ്റിൻ്റെ മീനിങ്. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്. ഫോർ എവരിക്ക് വേറൊരു സിമ്പിൾ കൂടി ഞാൻ പറഞ്ഞു, ഇങ്ങനെ കേട്ടോ, ഓർ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്. ക്ലിയർ ആണോ? രണ്ട് ക്വാണ്ടിഫയർ ഓക്കെ അല്ലേ? യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്, എല്ലാ എക്സിനും ശരിയാണ്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ദേർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് നെഗേഷൻ ഓഫ് എ ക്വാണ്ടിഫൈഡ് എക്സ്പ്രഷൻ. ഒരു ക്വാണ്ടിഫൈഡ് എക്സ്പ്രഷൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ആ നോട്ട് നോക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഞാനതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. ഇപ്പോൾ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ നെഗേഷൻ എടുക്കുക, ഇതിൻ്റെ നെഗേഷൻ എടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണേ, ഞാൻ നോട്ടിൽ തന്ന എക്സാമ്പിൾ ഇതാണ്. പി ഓഫ് എക്സ് ഈസ് ദി സ്റ്റുഡൻറ്റ് ഓഫ് P of S has studies computer programming. P of X എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് കമ്പയർ, നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ പ്രോഗ്രാം പഠിക്കുന്നില്ലേ അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും കമ്പ്യൂട്ടർ പ്രോഗ്രാം പഠിക്കുമല്ലോ, പഠിച്ചിട്ടില്ലേ? നിങ്ങളുടെ ക്ലാസ്സിലെ മിക്ക ആൾക്കാർക്ക് അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? നിങ്ങളുടെ ക്ലാസ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയാം, നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ പ്രോഗ്രാം പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ നെഗേഷൻ എടുത്താൽ എന്താണ് വരിക? നിങ്ങൾ സാധാരണ സെൻറ്റൻസിൽ പറഞ്ഞാൽ എന്താ വരിക? നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കില്ല എന്നാണോ വരിക? കമ്പ്യൂട്ടർ പ്രോഗ്രാം നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കില്ല എന്നാണോ പറയുക? ഇതിൻ്റെ നെഗേഷൻ എല്ലാവർക്കും അറിയാം. അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എല്ലാവർക്കും അറിയാം എന്നതിൻ്റെ നെഗേഷൻ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയില്ല എന്നാണോ പറയുക? എല്ലാവർക്കും അറിയാത്തതിൻ്റെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണോ ചോദിക്കുന്നത് നെഗേഷൻ? നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും അറിയാം, നോട്ട് ഓൾ, അതായത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാതിരിക്കാം, അതാണ് നെഗേഷൻ. മനസ്സിലായോ? ഒരാൾക്കെങ്കിലും അറിയാതിരിക്കാം, ഒരാൾക്കെങ്കിലും എന്ന് പറയുമ്പോൾ അതാണ് അതിനെന്താ വിളിക്കുക? ഇതിനോട് ഈക്വൽ ദേർ എക്സിസ്റ്റ്. മനസ്സിലായോ? ദേർ ഇസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാതിരിക്കാം. ഓക്കെ,
ദെയർ എക്സിസ്റ്റ് എക്സ്. അപ്പോൾ ഫോർ ഓളിൻ്റെ നെഗേഷൻ എടുക്കുമ്പോൾ എന്താ വരിക? ദെയർ എക്സിസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഫോർ ഓളിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ നെഗേഷൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇടാറുണ്ട്, ഇങ്ങനെയും സിമ്പിൾ ഉണ്ട് കേട്ടോ, ഇങ്ങനെ എഴുതാറുണ്ട്. ഇപ്പം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയപ്പോൾ മുഴുവൻ ഇങ്ങനെയാണ് കൊടുക്കുന്ന സിമ്പിൾ. അപ്പോൾ ഫോർ ഓൾ എൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ദെയർ എക്സിസ്റ്റ് വരും. ഇതേപോലെ നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് എന്ന് വിളിക്കും കേട്ടോ. ഈ നെഗേഷൻ ഉള്ളിലോട്ട് വരും. ഇത് രണ്ടുമാണ് എന്ത്? നെഗേഷൻ ഓഫ് എ ക്വാണ്ടിഫയർ. ക്വാണ്ടിഫയറിൻ്റെ നെഗേഷൻ പരസ്പരം എടുക്കുന്നത്. അതിൻ്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, സ്പീഡിൽ ഞാൻ പോവുകയാണേ. മനസ്സിലായി വിചാരിക്കുന്നു. ഇതൊക്കെ ചോദിക്കുന്നതാണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അടുത്തത് ഒരു ബൗണ്ട് വേരിയബിൾ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ബൗണ്ട് വേരിയബിൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ദാറ്റ് ക്ലാസ്, അല്ലെങ്കിൽ എക്സ് ഈസ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും പോവുക. ആ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ട് വേരിയബിൾ. അതായത് വെൻ എ ക്വാണ്ടിഫയർ ഈസ് യൂസ്ഡ് ഓൺ എ വേരിയബിൾ എക്സ് ഓർ വെൻ വി ഹാവ് ടു അസൈൻ എ വാല്യൂ ടു ദിസ് വേരിയബിൾ ഈസ് കോൾഡ് ബൗണ്ട് വേരിയബിൾ. അതായത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റ് സ്റ്റഡീസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് അവിടുത്തെ വേരിയബിൾ. ആ കുട്ടി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കുന്നു എന്നുള്ള ആ ഒരു വേരിയബിൾ, മനസ്സിലായോ? അപ്പോൾ ആ എക്സിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ട് വേരിയബിൾ. ചിലപ്പോൾ ആ ബൗണ്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേറെ 2-3 സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് പി ഓഫ് എക്സിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് പി ഓഫ് വൈനെ കുറിച്ചും പറയും, വേറെ എന്തെങ്കിലും രണ്ടാമത്തെ കാര്യം ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ആ മറ്റേ അടുത്തുള്ള ആളുണ്ട് വൈ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ വേരിയബിൾ എന്ന് വിളിക്കും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് ഓർ പി ഓഫ് വൈ എന്നൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് പി ഓഫ് എക്സിൻ്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ, പി ഓഫ് വൈയുടെ കാര്യം നമ്മൾ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ വേരിയബിൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് തിയറി ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ആ തിയറി നോക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്തോളൂ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ബൗണ്ട് വേരിയബിൾ എന്ന് ചോദിച്ചു. ഇപ്രാവശ്യം വാട്ട് ഈസ് ഫ്രീ വേരിയബിൾ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നോട്ട് അയച്ചിട്ടുണ്ട്, ആ നോട്ട് നോക്കി പഠിക്കാം. ദെൻ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. ഓക്കെ അല്ലേ? പ്രോബ്ലം നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പ്രശ്നമൊന്നുമില്ല, ഫുൾ ടൈപ്പാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് തിയറി എന്ന് പറഞ്ഞു പോവാണേ. അടുത്ത ഹെഡിങ് എഴുതാം, റൂൾസ് ഫോർ സ്പെസിഫിക്കേഷൻ. ഹെഡിങ് എഴുതണ്ട, നമ്മളിവിടെ നോട്ടിൽ തന്നിട്ടുണ്ട് റൂൾസ് ഫോർ സ്പെസിഫിക്കേഷൻ. റൂൾസ് ഫോർ സ്പെസിഫിക്കേഷൻ്റെ റൂൾസ്, അതായത് റൂൾസ് ഫോർ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ആണ്. പ്രെഡിക്കേറ്റ്, അതായത് റൂൾസ് ഫോർ പ്രെഡിക്കേറ്റ് ലോജിക്കിൽ വരുന്ന റൂളാണ്. ഈ 4 റൂള് നമ്മളെ സിലബസിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 4 റൂളും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ റൂള് ഡീറ്റെയിൽ ആയിട്ട് സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റൂൾ, ഈ പ്രെഡിക്കേറ്റിൻ്റെ ലോജിക്കിൽ ആദ്യത്തെ റൂൾസ് ഫോർ സ്പെസിഫിക്കേഷനുണ്ട്. അതിൽ 2 ഉണ്ട്. എ പാർട്ട് റൂൾ യു എസ്. ആദ്യത്തെ റൂൾ വിളിക്കുന്ന പേരാണ് റൂൾ യു എസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഈ ഒരു റൂള് വെച്ചിട്ടാണ്. അതായത് യു എസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ. പേരെന്താണ്? യു എസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ. അപ്പോൾ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്, ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് എന്നുള്ളത്. ഇത് ട്രൂ ആണെങ്കിൽ പി ഓഫ് സിയും ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ഇത് എഴുതും കേട്ടോ. അപ്പോൾ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെങ്കിൽ പി ഓഫ് സി ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. സി എന്നുള്ളത് ആർബിട്രറി മെമ്പർ ഓഫ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കസ്, യൂണിവേഴ്സിലെ ഏതെങ്കിലും ഒരു മെമ്പർ, ഏതെങ്കിലും ഒരു മെമ്പർ എടുത്താലും അത് ശരിയായിരിക്കും. അതായത് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർ എടുത്താലും അത് ശരിയായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് റൂൾസ് ഫോർ സ്പെസിഫിക്കേഷൻ. എക്സാമിനെ ഇത്രമാത്രം എഴുതിച്ചാൽ പോരാ, ഞാൻ സെൻറ്റൻസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നോട്ട് എഴുതണേ. പക്ഷേ പ്രോബ്ലം ചെയ്യുന്ന നമുക്കിതാണ് മനസ്സിലാവേണ്ടത്.
ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് കണ്ടാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കൊടുക്കും? പി ഓഫ് സി എന്ന് കൊടുക്കും കേട്ടോ. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അടുത്തത് ഇതിൽ രണ്ടാമത്തെ റൂളാണ് റൂള് ES. അപ്പോൾ പേര് തന്നെ ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇവർ ഇത്രയേ ഉള്ളൂ. ഫോർ എവരിക്ക് പകരം there exist x p of x ട്രൂ ആണെങ്കിൽ, there exist x p of x ട്രൂ ആണെങ്കിൽ ഉടൻ തന്നെ p of c ട്രൂ ആയിരിക്കും. there exist x p of x ട്രൂ ആയാലും p of c ട്രൂ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സിസ്റ്റൻഷ്യൽ സ്പെസിഫിക്കേഷൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് കണ്ടാലും there exist x p of x കണ്ടാലും അടുത്ത സ്റ്റെപ്പിൽ p of c എന്ന് എഴുതിയിരിക്കും. പേര് മാറുന്നു, ES എന്ന് പേര് വന്നു കേട്ടോ, എക്സിസ്റ്റൻഷ്യൽ സ്പെസിഫിക്കേഷൻ. ഇതിൽ രണ്ടാമത്തതാണ് റൂൾ ഫോർ ജനറലൈസേഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇതിലെ പാർട്ട് റൂൾ ജനറലൈസേഷനാണ്. അപ്പോൾ യു ജി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ജനറലൈസേഷൻ. ഈ പറഞ്ഞതിന് തിരിച്ച്, അതായത് പി ഓഫ് സി ട്രൂ ആണെങ്കിൽ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ട്രൂ ആയിരിക്കും. പി ഓഫ് സി ട്രൂ ആണെങ്കിൽ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെയാണ് റൂൾ യു ജിക്ക് ശേഷം റൂള് ഇ ജി, എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ. ഇതന്നെ പി ഓഫ് സി ട്രൂ ആണെങ്കിൽ there exist x p of x ട്രൂ ആയിരിക്കും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എക്സാമിന് തിയറി ചോദിക്കുമ്പോൾ ആ തിയറി എന്തായാലും ചോദിക്കുന്ന ഉറപ്പാണ്. ഈ 4 റൂളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, ഏതെങ്കിലും 2 എണ്ണെങ്കിലും ചോദിക്കും. കാരണം സിലബസിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. മനസ്സിലായി? ഇതിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സിലബസിൽ ഇത്രയും ടോപ്പിക്കേ ഉള്ളൂ നമ്മുടെ സിലബസിൽ. ഇനി ഇതിൻ്റെ പ്രോബ്ലംസാണ്. പ്രോബ്ലംസ് ഒരു 1.5 പ്രോബ്ലംസാണ്, മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ഓക്കെ ആണോ ഗ്രേസിലെ? അപ്പോൾ ഈ സാധനങ്ങൾ നോക്കണേ. അതായത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പറയും ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ പി ഓഫ് സി ട്രൂ എന്ന് നമ്മൾ എഴുതിയിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് റൂൾ US. അപ്പോൾ ആ റൂൾ US എന്ന് സൈഡിൽ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ there exist x p of x എന്ന് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതും? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ p of c എന്ന് എഴുതും. അപ്പോൾ അത് എഴുതാൻ നമുക്ക് എന്ത് വന്നാലും p of c എന്ന് എഴുതുകയാണ് നമ്മൾ. കാരണം നമ്മൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പേര് സൈഡിൽ ആ ഓരോ റൂൾ എഴുതിയിരിക്കണം. ഫോർ എവരി എക്സ് പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് സിയിൽ എത്തുന്നതാണ് റൂൾ US, അതായത് യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ. there exist x p of x നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പി ഓഫ് സിയിലേക്ക് എത്തുന്നതാണ് റൂൾ ഫോർ ES, എക്സിസ്റ്റൻഷ്യൽ സ്പെസിഫിക്കേഷൻ. ദെൻ റൂൾ ഫോർ ജനറലൈസേഷൻ ആണ്. അതിൽ തിരിച്ച് പി ഓഫ് സിയിൽ നിന്ന് ഫോർ എവരി എക്സിലേക്ക് എത്തുന്നതാണ് യൂണിവേഴ്സൽ ജനറലൈസ് ചെയ്യുക, അതായത് കോൺസ്റ്റൻറ്റിൽ നിന്ന് ജനറലൈസ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ദെൻ റൂൾ ഫോർ EG ആണ്, എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ ആണ്. പി ഓഫ് സി ട്രൂ എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് there existലേക്ക് എത്തുന്നതാണ് റൂൾ ഫോർ ജനറലൈസേഷൻ. നിങ്ങൾ ഈ വർഷത്തെ essay ക്വസ്റ്റ്യൻ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വേണ്ടത് ഈ 4 കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 കാര്യമാണ് 15 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതിലുള്ള പ്രോബ്ലം. ഓക്കെ ആണോ? 50 മാർക്കിന് നിങ്ങളെ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഇനി ഈ വർഷം ചോദിക്കാൻ പോകുന്നതൊക്കെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഈ 4 റൂളുകൾ അറിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി പ്രോബ്ലത്തേക്ക് പോവേ. പ്രോബ്ലം വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് പ്രോബ്ലമാണ്. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുണ്ട്, പിന്നെ essay ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകും. അതിനു മുമ്പേ ഒരു റൂൾ കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഇവിടെയല്ല, ഫസ്റ്റ് യൂണിറ്റിൽ പറയേണ്ട ഒരു റൂളാണ്. പക്ഷെ അതും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് യൂണിറ്റിൽ ചെറിയൊരു സെക്ഷൻ കൂടി എടുക്കാനുണ്ട്. നമ്മൾ എന്താ പറയുക, CNF കണ്ടതിൻ്റെ ശേഷം അതിലും ഇതേപോലെ ഒരു ഇൻഫറൻസ് തിയറി വെച്ചിട്ട് കുറച്ച് പ്രൂഫുകളുണ്ട്. ഇതേപോലത്തെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് യൂണിറ്റിൽ ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ പോലെ തന്നെ
ഫസ്റ്റ് യൂണിറ്റിലും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൂടി എടുക്കാനുണ്ട്, അത് ഞാൻ വൈകിട്ടായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. ചെറിയ ഹെഡിങ് എഴുതണം, റൂൾ ഫോർ ഇൻഫറൻസ് തിയറി. ഇത് മുതൽ നോട്ട് നിങ്ങൾ എഴുതണേ. ഇത് മുതൽ നോട്ട് ഞാൻ അയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയുള്ള നോട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. റൂൾ ഫോർ ഇൻഫറൻസ് തിയറി, റൂൾ ഫോർ പ്രെഡിക്കേറ്റ് ആണ് നാളത്തെ പറഞ്ഞത്. ഇൻഫറൻസ് തിയറിയിൽ 2 റൂളുണ്ട്. ഇൻഫറൻസ് തിയറി, റൂൾ ഫോർ ഇൻഫറൻസ് തിയറി. റൂൾ പി എന്ന് വിളിക്കുക. കാരണം ഇതിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അവർ ഗിവൺ എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ടാവേ. പി കണ്ടീഷണൽ ക്യൂ കോമ, ഇങ്ങനെ കോമട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു ഇൻഫറൻസ് തിയറത്തിൻ്റെ പ്രോബ്ലം. മറ്റേതാണെന്ന് വെച്ചെങ്കിൽ പ്രൂവ് ദാറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. പി ഓർ ക്യൂ ഗിവൺ കണ്ടീഷണൽ പി ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട് ട്രൂത്ത് വാല്യൂസിൻ്റെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, കോമ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തരും പി ആൻഡ് ക്യൂ, കോമ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഒരു ആർ ആൻഡ് ക്യൂ, അങ്ങനെ മനസ്സിലായി. ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കോമ ഇട്ടിട്ട് തരുന്ന ടൈപ്പ്. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന തിയറി പ്രോബ്ലംസ്. ഓക്കെ, അതാണ് എസ് എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കാര്യം എടുത്തെഴുതും. അപ്പോൾ തന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഗിവണായിട്ട് തരുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റൂൾ പി എന്നാണ് സൈഡിൽ എഴുതി വയ്ക്കേണ്ടത്. അതായത് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ എടുത്തെഴുതുന്നു. തന്നത് വീണ്ടും എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റൂൾ പി. അപ്പോൾ ഒന്ന് എഴുതാം. റൂൾ പിന്ന് ഹെഡിങ് കൊടുക്കാം, എഴുതാം. എ പ്രിമിസസ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്, എ പ്രിമിസസ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്, a premises may be introduced at any point in the derivation, at any point in the derivation. A premises may be introduced at any point in the derivation. ഒരു മിനിറ്റ്, ഇന്ന് വന്ന ആൾക്കാരൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ഓക്കെ, എഴുതിയപ്പോൾ റൂൾ പി എന്ന് പറഞ്ഞാൽ അതായത് പ്രെമിസസ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് എനി പോയിൻ്റ് ഇൻ ദ ഡെറിവേഷൻ. ഒരു ഡെറിവേഷൻ്റെ ഏത് സമയത്തും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യത്തെ വിളിക്കുന്ന പേരാണ് റൂൾ പി. നമ്മളൊരു സാധനത്തിന് കൊണ്ടുവരുന്നതാണ് റൂൾ പി. അടുത്തത് റൂൾ ടി. റൂൾ ടി രണ്ടും ചോദിച്ചിട്ടുണ്ട് എക്സാമിനെ, രണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. റൂൾ ടി അവിടെ 4 റൂളുണ്ട്, ഇവിടെ 2 റൂളുണ്ട് കേട്ടോ. റൂൾ ടി ഇവിടെ കുറച്ചുകൂടി റൂളുകളുണ്ട്, അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇത് നമുക്ക് അവിടെയും ആവശ്യമുള്ളതുകൊണ്ടാണ് റൂൾ ടി. ഇത് നമ്മൾ കുറേ സാധനങ്ങൾ ഈക്വലൻ്റ്, 2 സ്റ്റേറ്റ്മെൻറ്റ് ഫോർമുലാസ് ഈക്വലൻ്റാന്ന് പറഞ്ഞിട്ട് ഞാനൊരു 15 ഫോർമുലാസ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. I1 I2 ഈക്വലൻ്റ് ഫോർമുലാസ് എന്ന് പറഞ്ഞിട്ട് കുറേ നമ്പർ ഇട്ടിട്ട് കുറേ ഫോർമുലാസ്, അതത്രയും പഠിക്കണേ. അതൊരു വൃത്തിയായിട്ട ഫോർമുലാസാണ്, പഠിക്കാൻ പറ്റുന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല. എങ്കിലും നമുക്ക് ഉടായ്പ ചെയ്യാം, അതപ്പോൾ നടക്കുകയുള്ളൂ. കാരണം ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കുറേ സാധനങ്ങൾ ഈക്വലൻ്റാന്ന് പറഞ്ഞിട്ട് കുറേ ഫോർമുലാസ്, ഐഡംബറ്റിൻ്റെ ലോ, ഡിമോർഗൻസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ എല്ലാ ലോസും പഠിച്ചാലത് കിട്ടുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കൊന്നും ഉറപ്പൊന്നുമില്ല. പഠിപ്പിക്കണം എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല നിങ്ങൾ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും ഒരു 10-30 ഫോർമുലാസ് ഉണ്ട് രണ്ടും കൂടിയിട്ട്, ഇംപ്ലിക്കേഷനും അതുപോലെ ഈക്വലൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. എങ്കിലും നമുക്ക് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാനൊക്കെ പറ്റും, പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമുലയോട് ഈക്വലൻ്റായ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമുല അതിനെ അതിനെ വിളിക്കുന്ന പേരാണ് റൂൾ ടി. മനസ്സിലായോ? തിയറിറ്റിക്കലായിട്ടുള്ളൊരു റൂൾ നമ്മൾ യൂസ് ചെയ്യണേ. അപ്പോൾ ഡെഫിനിഷൻ പഠിച്ചേക്കുക. എ ഫോമുല എസ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്, എ ഫോമുല എസ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ ഡെറിവേഷൻ. എ ഫോമുല എസ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ ഡെറിവേഷൻ if S is tautologically
S is tautologically implied by any one or more of the preceding formulas in the derivation. ഒന്നൊരു വായിക്കാം. A formula S may be introduced in a derivation if S is tautologically implied by any one or more of the preceding formulas in the derivation. അതായത് നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഫോമുലയുടെ ഇംപ്ലൈസ് ആയിട്ട് വരുന്ന, അതിനോട് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ഫോമുല അത് നമ്മൾ എഴുതും. അതായത് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഈക്വലൻസിൽ, ഒരു മിനിറ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ പണ്ട് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ എന്താ, പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ എക്സാമ്പിൾ കിട്ടുന്നില്ല. ഓക്കെ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മളിപ്പോൾ ചോദിക്കുന്ന 2 ടൈപ്പ് പ്രോബ്ലംസാണ്. ഞാൻ എക്സാം ഓറിയൻറ്റിലാണ് എടുക്കുന്നത്. അതായത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള രീതിയിൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2 രീതിയിൽ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്ന്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മുടെ ഈ പറയുന്ന പ്രെഡിക്കേറ്റ് ഫോമാക്കി മാറ്റുക, പ്രെഡിക്കേറ്റാക്കി മാറ്റുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിനെ പ്രെഡിക്കേറ്റാക്കി മാറ്റുക. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. സിംബിളൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംബിളൈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻവേർട്ടർ കോമയിൽ തന്നിട്ടുണ്ട്. ടെസ്റ്റിൽ കാണുന്ന ഒരു സോൾവ്ഡ് എക്സാമ്പിളാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോളൂ. ഓൾ മെൻ ആർ ജിയൻസ്. ഓൾ മെൻ ആർ ജിയൻസ്. ഇതിനെ സിംപിളൈസ് ചെയ്യുക. അപ്പോൾ ഈ ഓൾ എന്ന് വന്നാൽ ഉറപ്പിക്കുക അവിടെ ഏത് ക്വാണ്ടിഫയറാണ് യൂസ് ചെയ്യുക. നമ്മൾ ഏത് ക്വാണ്ടിഫയർ യൂസ് ചെയ്യണം? ഓൾ എന്ന് വരുമ്പോൾ ഓൾ എന്ന് വരുമ്പോൾ ഏത് ക്വാണ്ടിഫയർ യൂസ് ചെയ്യാം? യൂണിവേഴ്സൽ കേട്ടോ. റൂളൊന്നും വേണ്ട ഇവിടെ, റൂളല്ല ഇവിടെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇവിടെ റൂളൊന്നും നോക്കണ്ട. ക്വാണ്ടിഫയർ 2 ക്വാണ്ടിഫയർ ഉണ്ട്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിനെ ഫോർ എവരി എക്സ് എന്ന് വിളിക്കുന്നു. ദെൻ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉണ്ട്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ദെയർ എക്സിസ്റ്റ്. അപ്പോൾ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ എന്ന് പറയുന്ന എല്ലാ പ്രോബ്ലത്തിലും യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദെയർ എക്സിസ്റ്റ് എന്ന് പറയുന്ന എല്ലാ പ്രോബ്ലത്തിലും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ യൂസ് ചെയ്യും. ഇങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സാധാരണ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ദെയർ എക്സിസ്റ്റ് എന്നോ ഫോർ ഓളോ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സാധാരണ ക്വാണ്ടിഫയർ ആയിരിക്കും, സാധാരണ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കണേ എല്ലാ മെൻസും ജിയൻസ് ആണെന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ 2 ആക്കി മാറ്റുന്നത്, എപ്പോഴും 2 ആക്കി മാറ്റുകയാണ്. അതായത് ഇഷ്ടംപോലെ പേര് കൊടുക്കാം. ഇതിലവർ കൊടുത്തേക്കുന്നത് MX എന്നാണ്. MX എന്നൊരു പേര് കൊടുത്തു. MX എന്ന് പറഞ്ഞാൽ X ഈസ് എ മെൻ. X ഒരു മനുഷ്യനാണ്, ഒരാളാണ്. ഓക്കെ, X ഈസ് എ മെൻ. അതുപോലെ ജി ഉണ്ടല്ലേ, G(x) എന്ന പേര് കൊടുത്തു. ഇഷ്ടമുള്ള P(x), Q(x) എന്ത് പേരും കൊടുക്കാം കേട്ടോ. X ഈസ് എ ജിയൻറ്റ്. തന്നിരിക്കുന്ന കാര്യം 2 കാര്യങ്ങളാണ്. ഓൾ മെൻ ആർ ജെയിൻസ്. ഇവിടെ മെന്നുണ്ട് ജെയിൻസും ഉണ്ട്. അപ്പോൾ എക്സ് എന്നുള്ളത് ഒരു മാനായിട്ട് എടുത്തു, എക്സ് ഈസ് എ ജെയിൻ്റ് ആയിട്ട് എടുത്തു. അവരെന്താ പറഞ്ഞേക്കണേ? ഓൾ മെൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഫോർ ഓൾ എന്ന് വിളിക്കുന്നത് ആരാ? എല്ലാ മെന്നും ജിയൻസ് ആണെന്നാണ് പറഞ്ഞത്.
അപ്പം നമുക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രോബ്ലംസ് എഴുതിയാലേ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാമെന്ന് വിചാരിക്കേണ്ട. അതായത് ഞാൻ തന്നെ കുറേ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല. സിംബോളിക് ഫോം ഈസ്, ഞാൻ എഴുതുന്നുണ്ട്, ഫോർ എവരി എക്സ് എം ഓഫ് എക്സ്, എല്ലാ മെന്നും എന്നല്ലേ ഇതിൻ്റെ മീനിങ് അല്ലേ? ഫോർ എവരി എക്സ് എം ഓഫ് എക്സ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? എം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഒരു മേനാണ്. അപ്പോൾ ഫോർ എവരി എക്സ് എം ഓഫ് എക്സ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? എല്ലാ മെന്നും എന്നായില്ലേ? ആയോ? വിഷയം മനസ്സിലായോ? ഫോർ എവരി എക്സ് എം ഓഫ് എക്സ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? എം ഓഫ് എക്സ് എന്നുള്ളത് മേനാണ്. അപ്പോൾ ഫോർ എവരി എക്സ് എം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മെൻസ് അതിൽ വന്നില്ലേ? വന്നോ? ആരൊന്നും മിണ്ടാത്ത? ആൽഫിയ ക്ലിയർ ആയോ? ആരും മിണ്ടുന്നില്ല. ഫോർ എവരി എക്സ് എം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മെൻ എന്ന് വന്നില്ലേ? ഇംപ്ലൈസ് ജി ഓഫ് എക്സ്. ഇങ്ങനെ കൊടുത്താൽ മതി. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് ആൻസർ. 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഫോർ എവരി എക്സ് എം ഓഫ് എക്സ് ഇംപ്ലൈസ് ജി എൻസ് ആണ്. എല്ലാ മെന്നും ജി എൻഡ് ആണെന്നുള്ളത് ആൻസർ കിട്ടി. വേറൊരു എക്സാമ്പിൾ എഴുതാം. 2-3 എക്സാമ്പിൾ എഴുതിയാലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എല്ലാ മെന്നും ജെ എൻഡ് ആണ്. 2-3 എക്സാമ്പിൾ എഴുതിയാലേ കിട്ടുള്ളൂ, അല്ലാണ്ട് ഒറ്റയടിക്കൊന്നും മനസ്സിലാവില്ല. അടുത്ത എക്സാമ്പിൾ എഴുതിയാൽ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവേ. രണ്ടാമത്തെ എക്സാമ്പിൾ എഴുതാം. എവരി ബുക്ക് വിത്ത് ബ്ലൂ കവർ ഈസ് മാത്സ് ബുക്ക്. എവരി ബുക്ക് വിത്ത് ബ്ലൂ കളർ ഈസ് മാത്സ് ബുക്ക്. എന്താണ് ശരിക്കും അത് മീനിങ്? ബ്ലൂ കവറുള്ള എല്ലാ ബുക്കും മാത്സ് ബുക്കാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ശരിയാണെന്ന് നോക്കണ്ട. എവരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫോർ ഓൾ ആണ്. എവരി ബുക്ക് വിത്ത് ബ്ലൂ കവർ ഈസ് എ മാത്സ് ബുക്ക്. അപ്പം നമുക്ക് പി ഓഫ് എക്സ് എന്ന് എഴുതാം. പി ഓഫ് എക്സ് എന്താ? അപ്പോൾ പി എന്ന് കൊടുക്കാം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എക്സ് ഈസ് എ ബുക്ക് വിത്ത് ബ്ലൂ കവറുള്ള ബുക്ക് ആണ് പി ഓഫ് എക്സ് എന്നെടുത്തു. എക്സ് ഈസ് എ ബുക്ക് വിത്ത് ബ്ലൂ കവർ. അപ്പോൾ ക്യൂ ഓഫ് എക്സ് എന്നെടുത്തു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ ഓഫ് എക്സ്. എക്സ് ഈസ് എ മാത്സ് ബുക്ക്. എക്സ് ഈസ് എ മാത്സ് ബുക്ക്. അപ്പോൾ നിങ്ങൾ പറയാം എങ്ങനെ എഴുതാം? സിമ്പിൾ ഫോം എങ്ങനെ? എഴുതാം സിമ്പിൾ ഫോം? പറയ്. ആരെന്താ മിണ്ടാത്ത? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബ്ലൂ കവറുള്ള ബുക്കും മാത്സ് ബുക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്, എല്ലാ ബ്ലൂ കളറുള്ള ബുക്കും ആരായി മാറും? മാത്സ് ബുക്കായി മാറും. സിമ്പിൾ ടോപ്പിക്കാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റൻ കേട്ടോ. എല്ലാ ബുക്കും മാത്സ് ബുക്കായി. എല്ലാ ബ്ലൂ കവറുള്ള ബുക്കും മാത്സ് ബുക്കായി. പി ഓഫ് എക്സ് എന്നുള്ളത് ബ്ലൂ കളറുള്ള ബുക്ക്, ക്യൂ ഓഫ് എക്സ് എന്നുള്ളത് മാത്സ് ബുക്ക്. ഈ ടെസ്റ്റിലുള്ള വേറൊരു എക്സാമ്പിളാണ്. എവരി പാരറ്റ് ഈസ് അഗ്ലി. Every parrot is ugly. Sorry, spelling. Okay. Every parrot is ugly. അപ്പോൾ എങ്ങനെ എഴുതാം? ഇത് എവരി എന്ന് വരുന്നൊക്കെ സുഖമാണ്. ഇതിങ്ങനെ കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എക്സ് ഈസ് എ പാരറ്റ്. എക്സ് ഒരു പാരറ്റാണ്. എക്സ് ഈസ് പാരറ്റ്.
എക്സ് ഈസ് അഗ്ലി. അപ്പോൾ എന്തായി? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്, എല്ലാ പാരറ്റും അഗ്ലിയായി. ക്ലിയർ ആയോ? എക്സാമിന് ചോദിക്കുന്നതാണേ. ക്ലിയർ ആവണുണ്ടോ? നിങ്ങൾ തനിയെ എഴുതാൻ പറ്റുമോ നോക്കുക. എവറി സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഈസ് ഇൻ്റലിജൻറ്റ്. എവറി സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്, സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ് ഈസ് ഇൻ്റലിജൻറ്റ്. എവരി സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഈസ് ഇൻ്റലിജൻറ്റ്. നിങ്ങൾ തനിയെ എഴുതാം. ആ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും ഇൻ്റലിജൻ്റ് ആണ്. എങ്ങനെ എഴുതേണ്ടത്? അഭിരാമേ, എക്സ് ഈസ് എക്സ് ഈസ് എ സ്റ്റുഡൻ്റ് എന്ന് എടുത്തു. ഓക്കെ, പി ഓഫ് എക്സ് എന്നുള്ളത് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ആണ്. അപ്പോൾ എക്സ് ഈസ് എ സ്റ്റുഡൻ്റ് എടുത്തു. ക്യൂ ഓഫ് എക്സ് എന്താ? എക്സ് ഈസ് ഇൻ്റലിജൻറ്റ്. മനസ്സിലായി വരുന്നുണ്ടല്ലോ? അത് പറഞ്ഞ് 2-3 പ്രോബ്ലം ആകുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആയി വരും. അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിൾ ഫോം? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ്. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി ടെസ്റ്റിലുള്ള കുറച്ച് എക്സാമ്പിളുകൾ എഴുതാം. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് മാത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. എക്സ്പ്രസ് each of the following statement using mathematical and logical operation, comma, predicates and quantifier. Predicate and quantifier. എഴുതിയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് മാത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, കോമ, പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്, കോമ, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വേർ ദ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് all computer science students, all computer science students ഒരു പാറിട്ടിട്ട് മാത്തമാറ്റിക്സ് കോഴ്സ്, all computer science students ബാറിട്ടിട്ട് മാത്തമാറ്റിക്സ് കോഴ്സ്. അപ്പം നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്ന മൊത്തത്തിലുള്ള കാര്യം എന്തിനെ കുറിച്ചിട്ടാണ്? കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻസിനെ കുറിച്ചിട്ടാണ്. മാത്സ് കോഴ്സ് പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിനെ
സ്റ്റുഡൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് മൊത്തം ഡാറ്റ എന്നുള്ളത് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻസാണ്. ഓക്കെ, അപ്പോൾ അതിനെ മുൻനിർത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണേ, എഴുതി എല്ലാവരും. ക്വസ്റ്റ്യൻ പറയണ്ടല്ലോ, വീണ്ടും എഴുതിയ കേസിലെ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ പാർട്ട്. ഇത് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. എ പാർട്ട് ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. എവരി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ് needs a course in mathematics. Every computer science students need a course in mathematics. Every computer science student needs a course in mathematics. അപ്പോൾ നമ്മൾ ഇവിടെ QOF എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻസിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് P(x) എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് P(x) എന്നുള്ളത് എക്സ് നീഡ്സ് എ കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ്. എക്സ് നീഡ്സ് എ കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. എക്സ് നീഡ്സ് എ കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതെല്ലാം ഈ കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഓരോ എക്സും എന്തിലുള്ള ആൾക്കാരാണ്? കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിമ്പിൾ ഫോം എന്നറിയോ, ഫോർ എവരി എക്സ് P(x) എന്നാണ്. ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും P(x) ആവശ്യമാണ്. ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും മാത്സ് ആവശ്യമാണ്. അത്രേ ഉള്ളൂ കേട്ടോ, ആൻസറായി. ഫോർ എവരി എക്സ് P(x) ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും മാത്സ് ആവശ്യമാണ്. ഓക്കെ ആണോ? ഫോർ എവരി സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് റൂം നീഡ് എ മാത്തമാറ്റിക്സ് കോഴ്സ് എന്നാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനെയും കുറിച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, അവർ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? QOF ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ എന്താ പറയുക കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ് ഫോർ എവരി എക്സ് P(x) ഇംപ്ലൈസ് QOF എന്നൊക്കെ കൊടുക്കണം. ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ, കാരണം സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എല്ലാ സ്റ്റുഡൻസും ഇന്ന ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം. There is a student in this class there is a student in this class who owns a personal computer, OWN, who owns a personal computer. ഈ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിന് പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട്. There is a student in this class who owns a personal computer. അപ്പോൾ ഇവിടെ P(x) എന്തായിട്ട് എടുക്കാം? എക്സ് ഓൺസ് എ പേഴ്സണൽ കമ്പ്യൂട്ടറുള്ള ഒരാൾ. അപ്പോൾ ഫോർ എവരി എക്സ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാ എക്സിനും പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണല്ലേ, ശരിയല്ലേ? അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? there exist എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഫോം എന്താണ്? there exist x. ഒരു എക്സിന് P(x) ഉണ്ട്. there exist x P(x). അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ഫോം. there exist x P(x).
there exists x in p of x. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന പ്രോബ്ലം കൂടിയാണ് അടുത്തത്. every student in this class every student in this class has taken at least one mathematics course. Every student in this class has taken at least one mathematics course. ഈ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും ഒരു മാത്തമാറ്റിക്സ് കോഴ്സെങ്കിലും പഠിച്ചിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഈ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും ഒരു മാത്തമാറ്റിക്സ് കോഴ്സെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എക്സ് എന്നുള്ളത് സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് ആണ്, സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് ആണ്. വൈ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് ഒരു മാത്സ് കോഴ്സെങ്കിലും പഠിക്കണം എന്നുള്ളത്. അപ്പോൾ വൈ ഈസ് ദി എന്താ പറയുക ഇതിനെ, അറ്റ്ലീസ്റ്റ് y consisting of all mathematics course. y എന്നുള്ളത് എല്ലാ മാത്തമാറ്റിക്സ് കോഴ്സിനെയും y എന്ന് വിളിച്ചു. y consisting of all mathematics course. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയുന്നത്. പറഞ്ഞോട്ടെ. എക്സ് എന്നുള്ളത് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസുമാണ്, വൈ എന്നുള്ളത് മാത്സ് കോഴ്സുകളിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിന് ഇത് രണ്ട് വേരിയബിൾ വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നു കേട്ടോ, രണ്ട് വേരിയബിൾ. എന്താണ് ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? എവരി സ്റ്റുഡൻറ്റ് സ്റ്റഡി എന്താ പറഞ്ഞാൽ എവറി സ്റ്റുഡൻറ്റ് ടേക്സ് അല്ലേ, ടേക്സ് അറ്റ്ലീസ്റ്റ് വൺ മാത്തമാറ്റിക്സ് കോഴ്സ്, ഒരു മാത്തമാറ്റിക്സ് കോഴ്സെങ്കിലും എടുത്തിരിക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ക്യൂ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ശ്രദ്ധിക്കുക. ഫോർ എവരി എക്സ്, ഓക്കെ, എവരി എക്സ് എല്ലാ സ്റ്റുഡൻസും രണ്ടും കൂടിയിട്ടാണ് there exists y, ഒരു കോഴ്സ് എടുക്കണം, y ഒരു കോഴ്സെങ്കിലും എടുക്കണം. there exists y q of x y രണ്ടും കൂടി ചേർത്ത് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണേ. എവരി എക്സ് there exists y q of x y. മനസ്സിലായോ? എല്ലാ സ്റ്റുഡൻറ്റും there exists y ഒരു മാത്തമാറ്റിക്സ് കോഴ്സ് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ വട്ടായി പറയോ? ചെറുതായിട്ടൊക്കെ വട്ട് വന്ന് തുടങ്ങിയോ? ആരാ? നമ്മുടെ അനഘ, എന്തെങ്കിലും മനസ്സിലാവണുണ്ടോ? അതോ ഭ്രാന്തായി തുടങ്ങിയോ? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നത്. ഇത് ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ ഇതിവിടെ എക്സ് എന്നുള്ളത് ബൗണ്ട് വേരിയബിൾ എന്നാണ്. ഓക്കെ, ഒട്ടായി തുടങ്ങിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൗണ്ട് വേരിയബിൾ എന്നാണ്. ആ സമയത്ത് ഫ്രീ വേരിയബിളാണ് വൈ എന്നുള്ളത്. മനസ്സിലായി? നേരത്തെ പറഞ്ഞില്ലേ ഒരു ബൗണ്ട് വേരിയബിളും ഫ്രീ വേരിയബിളും, അത് ഇവിടെയാണ് വരുന്നത് കേട്ടോ. അത് മനസ്സിലാക്കാനാണ് ഞാൻ എക്സാമ്പിൾ തന്നത്. ഓക്കെ, ഇതിൽ നാലാമത്തെ ഓപ്ഷൻ ഇത് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ വലിയ പ്രോബ്ലത്തേക്ക് പോവാം.
ഡി നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഫോർ എവരി എക്സ് ദെയർ എക്സിസ്റ്റ് വൈ ക്യൂ ഓഫ് എക്സ് വൈ. ഈ നാലാമത്തെ കാര്യം നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. There is a student in this class. There is a student in this class who has taken at least one mathematics course. There is student in this class who has taken at least one mathematics course. അപ്പോൾ ഈ പറഞ്ഞ് നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷനാണ്. ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് ഏതോ ഒരാൾ ഒരു മാത്സ് കോഴ്സ് പഠിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ക്ലിയറായി. എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് പറഞ്ഞോ? സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. എവറി സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് എനി വൺ സ്റ്റുഡൻ്റ് എന്നാക്കി. അപ്പോൾ എന്തായി? എവരി സ്റ്റുഡൻ്റ് എന്ന് മാറ്റി അവിടെ എന്താ എഴുതുക? എനി വൺ സ്റ്റുഡൻ്റ് എന്നാക്കുക. അപ്പോൾ എന്ത് മാറ്റം വരുത്തേണ്ടത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ? ഫോർ എവരി എക്സ് ദെയർ എക്സിസ്റ്റ് വൈ ക്യൂ ഓഫ് എക്സ് എന്ന് മാറ്റിയിട്ട് ദെയർ എക്സിസ്റ്റ് എക്സ് ദെയർ എക്സിസ്റ്റ് വൈ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നു. ദെയർ എക്സിസ്റ്റ് എക്സ് ദെയർ എക്സിസ്റ്റ് വൈ ക്യൂ ഓഫ് എക്സ് വൈ എന്നാക്കുക. ഏതോ ഒരാൾ എടുക്കുന്നു. ഓക്കെ ആണോ? കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടിയോ? അവിടേക്ക് ഇവിടെയായിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിൽ ആ വലിയ മോഡൽ പ്രൂഫാണ്. ഓക്കെ, ഇനി ആ വലിയ മോഡൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 കാര്യങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് നിർത്താം. 1-2 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ബാക്കി ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. ഇനിയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വൃത്തിയായിട്ട സെക്ഷൻ തന്നെ പറയാം. എങ്ങനെ പ്രൂഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ടെസ്റ്റിൽ കൊടുത്തവർക്കും അറിയുന്നില്ല, പഠിക്കുന്ന എനിക്കും അറിയുന്നില്ല, ഞാൻ ഡൗട്ട് ചോദിച്ചിട്ട് വിളിക്കുന്ന ആർക്കും അറിയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക തരം സംഭവമാണ് കേട്ടോ ക്വാണ്ടിഫയറിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ പ്രൂവ് ചെയ്യിപ്പിക്കുകയാണേ. വേറെ നിവൃത്തിയില്ല കേട്ടോ. ഇതോടുകൂടി ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ ക്ലാസ് അവസാനിപ്പിച്ചു. ഞാൻ ബീന ടീച്ചറോടൊക്കെ പറഞ്ഞു കേട്ടോ, ഞാനിനി പഠിപ്പിക്കാൻ പറ്റുന്നില്ല ടീച്ചറെ. കാരണം എനിക്കറിയാത്ത കാര്യം ഞാൻ പഠിപ്പിക്കുന്നത് എന്തോ എൻ്റെ മനസ്സ് സംഭവിക്കുന്നില്ല. ഇതോടുകൂടി ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ ഇത് നിർത്തിയിട്ട് നിങ്ങളുടെ ബാച്ചോട് കൂടി ഞങ്ങളെ ജൂനിയേഴ്സിനൊക്കെ ഞാൻ പുതിയ ഫാക്കൽറ്റീനെ നോക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇത് എന്തോ നിങ്ങളോട് ചതി ചെയ്യുന്ന പോലെ എൻ്റെ മനസ്സ് പറയുന്നത്, എനിക്കറിയാത്തൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ടേ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തോന്നി. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ അയക്കില്ല ചിലപ്പോൾ പ്രൂഫ്. അപ്പോൾ കുറച്ചൊക്കെ തരികടിയാണ് ഞാൻ ചെയ്യുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഷോ ദാറ്റ് നമ്മുടെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പഠിപ്പിക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ ചോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വേറൊരു ടീച്ചറിനെ വിളിച്ചേ. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞത് ടീച്ചർ ഇത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ UITയിലൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല അത്ര. അവർ പറയുന്ന ചോയ്സ് ഉണ്ടല്ലോ മറ്റേ യൂണിറ്റിൽ നിന്ന്, അപ്പോൾ അത് വെച്ചിട്ട് അവർ ജയിച്ചോളും സാറേ, എന്തിനാ അത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നത്. എല്ലാവരും ട്രൂത്ത് വാല്യൂസ് കാണാനും കോൺട്രഡിക്ഷൻ ആ ഫസ്റ്റ് യൂണിറ്റ് തീർത്ത് അവസാനിപ്പിച്ചേക്കാണ് കേട്ടോ. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു വന്നു, ആർക്കും ഉത്തരമില്ല. അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി മാത്രം പറയണം. ഈ വീഡിയോ നിങ്ങൾ വേറെ ആർക്കും ഷെയർ ചെയ്യരുത്.
നമ്മുടെ പിള്ളേർ മാത്രം കണ്ടാൽ മതി. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും വേറെ ആർക്കും കൊടുക്കണ്ട. കാരണം ഈ തരികട പഠിപ്പിക്കുന്നതുകൊണ്ടാണ് മൊത്തത്തിൽ ഫ്ലാഷായിട്ട് അവസാനം എനിക്കൊരു നെഗറ്റീവ് ഇമേജ് വരില്ലേ സാറ് എന്തൊക്കെ പഠിപ്പിക്കുന്നുള്ളത്. അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നാണ്. ഇതിൽ എന്തും നോക്കണില്ല, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മളാണ് പ്രൂവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതായത് ബ്ലാങ്ക് ആക്കി വിടരുത്, ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ മാർക്കിൽ ഞാൻ എല്ലാവർക്കും വാരിക്കൊരു മാർക്ക് തന്നിട്ടുണ്ട്. കാരണം നിങ്ങളെല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കോൺട്രഡിക്ഷൻ ആയാലും എന്തായാലും തെറ്റാണോ ശരിയാണെങ്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ മാർക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ അറ്റൻഡ് ചെയ്യും. മോഡൽ എക്സാം എഴുതിയതുപോലെ എല്ലാ ക്വസ്റ്റിനും നല്ല നീറ്റായിട്ട് ഇതേപോലെ ട്രൂത്ത് ടേബിളൊക്കെ വരച്ച് നല്ല നീറ്റായിട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ രക്ഷയുള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ച് പൊക്കോളും, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അവർ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഷോ ദാറ്റ് ഇങ്ങനെയാണ്, ഇങ്ങനെ ബ്രാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഫോർ എവരി എക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എവരി എക്സ് വീണ്ടും ബ്രാക്കറ്റ് പി ഓഫ് എക്സ് കണ്ടീഷണൽ ക്യൂ ഓഫ് എക്സ് ആൻഡ് ഫോർ എവരി എക്സ് ക്യൂ ഓഫ് എക്സ് implies r of x which implies for every x p of x to r of x. ഇതാണ് പ്രൂവ് ദാറ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുണ്ടോ? ഓർമ്മയുണ്ടോ? ഗ്രേസിൽ ഓർമ്മ വരുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു സാധനം ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതാ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സിയിൽ പാർട്ട് ഡി? നീരജല്ലേ ക്ലാസ്സിൽ? നീരജ് ശ്രദ്ധിച്ചില്ല? എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നില്ലേ നീരജ്? പോയോ? നീരജ് പോയി. ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് ആണ്. അതുപോലെ ആൻഡ് ക്യൂ ഓഫ് എക്സ് ഇംപ്ലൈസ് ആർ ഓഫ് എക്സ് ആണെങ്കിൽ പി ഓഫ് എക്സ് ഇംപ്ലൈസ് ആർ ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പറഞ്ഞ റൂളുകളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വലിയ സംഭവമാക്കി മാറ്റുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിളൊക്കെ വരച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ടേബിളൊക്കെ വരച്ച് ഭയങ്കര സെറ്റപ്പിൽ നമ്മൾ ആൻസർ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പഠിച്ച് മറച്ചിട്ടാണെന്ന് പേപ്പർ നോക്കുന്നവർക്ക് തോന്നണേ. ഓക്കെ, ഇങ്ങനെ ടേബിൾ എഴുതിയിട്ട് ഇവിടെ സ്റ്റെപ്പ് എഴുതാം, സ്റ്റെപ്സ് എന്ന് എഴുതാം. ചുമ്മാണ് ഡെറിവേഷനോടെ എഴുതാം. ഡെറിവേഷൻ എഴുതുന്നു. ഇവിടെ റൂൾ എഴുതാം. റൂൾ ഇവിടെ വേറൊരു കോളം കൂടെ എക്സ്ട്രാ ഉണ്ട്. ആ കോളത്തിന് പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് ശരി, ഇതെടുക്കുക. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ആൻഡ് ഫോർ എവരി എക്സ് ക്യൂ ഓഫ് എക്സ് ആർ ഓഫ് എക്സ് എടുക്കുന്നു. അതിൽ നിന്ന് ഇതിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതെടുക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഇതെടുക്കും, കുറച്ച് കഴിഞ്ഞ് ഇതിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൂഫാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഫുൾ ഉടായ്പാണ് പ്രൂഫ്. എന്നോട് വേറെ ഒന്നും വിചാരിക്കരുത്. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഒന്ന് നമ്പർ ഇടുക. ഡെറിവേഷനാണ്. ഇവർ ആദ്യം പറഞ്ഞ കാര്യം എഴുതാണ്. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് എന്നല്ലേ കൊടുത്തേക്കണേ, അത് എഴുതാണ്. ഇങ്ങനെ ഫോർ എവരി എഴുതാം, മറ്റിങ്ങനെ എഴുതാം കേട്ടോ. അങ്ങനെയായാലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ എന്താണ് തന്നതുപോലെ എഴുതാം. ഇവിടെ പറഞ്ഞേക്കണത് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് എന്നെടുത്തു. ഇതവർ തന്ന കാര്യമാണ്. അല്ലേ? തന്ന കാര്യത്തെ വിളിക്കുന്ന റൂളാണ് റൂള് പി. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? റൂള് പി. അപ്പോൾ റൂള് പി എന്ന് എഴുതാം. അപ്പോൾ ഇത് സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്പർ ഇങ്ങനെ ഒരു സെറ്റിൽ ഈ 1 നമ്പർ ഇടും. ചുമ്മാ ഒന്നാമത്തെ സ്റ്റെപ്പ് എഴുതി. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക.
നമ്മുടെ യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞത് ഓർമ്മ വരുന്നുണ്ട് നിങ്ങൾക്ക്? ഒരു റൂള്, യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എഴുതാനാണ് പറഞ്ഞത്? പി ഓഫ് സി എന്ന് എഴുതാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്, ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് എന്ന് കാണുന്നിടത്ത് പി ഓഫ് സി എന്ന് ഇങ്ങനെ ഞാൻ അങ്ങനെ കാണിച്ചിരുന്നു. ഒന്ന് നോട്ട് നോക്കുക. യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് എന്ന് വന്നാലും ഫോർ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് വന്നാലും എക്സ് കാണുന്നിടത്ത് സി ആക്കി മാറ്റുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഫോർ എവരി എക്സ് പി ഓഫ് എക്സിൻ്റെ അവിടെ പി ഓഫ് സി എന്ന് കൊടുക്കുക, അപ്പുറത്ത് ക്യൂ ഓഫ് സി എന്ന് കൊടുക്കുക. മനസ്സിലായോ? ഫുൾ ഉടായ്പാണ്, ഫുൾ തരികടയാണ്. എന്താണെന്നത് എനിക്ക് മനസ്സിലാവണില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു തരികടയുണ്ട്. പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവരുത്. നമ്മൾ ഈ റൂളുകളൊക്കെ അടിപൊളിയായിട്ട് എഴുതി പോവുക. അപ്പോൾ ഫോർ എവരി എക്സ് പി ഓഫ് എക്സിനെ നമ്മൾ പി ഓഫ് സി എന്ന് കൊടുത്തു, ക്യൂ ഓഫ് എക്സിന് ക്യൂ ഓഫ് സി എന്ന് കൊടുത്തു. ഇതെന്താണ്? ഇപ്പോൾ എഴുതിയ റൂളാണ്. ഈ റൂളുകൾ എഴുതുന്നതാണ് നമ്മളത് ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ. റൂള് യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ, US. ഫോർ എവരിനെ പി ഓഫ് സി ആക്കി മാറ്റുന്നതാണ് യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ. ഓക്കെ ആണോ? ഇത് നമ്പർ 2, ഇത് രണ്ടാമത്തെ നമ്പറാണ്. പക്ഷെ ഇതിപ്പോൾ ചെയ്തത് ഒന്നാമത്തെ കാര്യം തന്നെയാണ്. ഇത് ഒന്നാമത്തെ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്തത്. വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല. ഒന്നിൽ തന്നെ നിൽക്കുകയാണ് നമ്മൾ. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതിൽ രണ്ടാമത്തെ കാര്യം എടുത്തു. ഈ രണ്ടാമത്തെ കാര്യം എന്താണ്? ഫോർ എവരി എക്സ് ക്യൂ ഓഫ് എക്സ് ഇംപ്ലൈസ് ആർ ഓഫ് എക്സ്. ഫോർ എവരി എക്സ് ക്യൂ ഓഫ് എക്സ് ഇംപ്ലൈസ് ആർ ഓഫ് എക്സ്. അപ്പോൾ അത് തന്ന കാര്യമാണ് അല്ലേ? തന്ന കാര്യമാണ്, ക്വസ്റ്റ്യനിലുള്ള കാര്യമാണ്. അതിനെ റൂള് പി എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഇപ്പോൾ ഇത് മൂന്നാമത്തെ കാര്യമാണ്. 2 നമ്മൾ യൂസ് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതി, മൂന്നാമത്തെ എഴുതി. അടുത്ത 4 നിങ്ങളൊന്ന് പറഞ്ഞു എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക ഗ്രേസിലെ? 4 നിങ്ങൾ തന്നെ പറയാം. എന്താണ്? ഫോർ എവരി വന്നാൽ ഒന്നും നോക്കണ്ട, സി ആക്കി മാറ്റുക. മനസ്സിലായോ? ഫോർ എവരി വന്നാൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് സി ആക്കി മാറ്റുക. അപ്പോൾ ക്യൂ ഓഫ് സി ഇംപ്ലൈസ് ആർ ഓഫ് സി. മനസ്സിലായോ? ക്യൂ ഓഫ് സി ഇംപ്ലൈസ് ആർ ഓഫ് സി ആണ്. അപ്പോൾ ഇതേതാ? അതും റൂള് യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷനാണ്, US. ഫോർ എവരി വന്നാൽ ഒന്നും നോക്കാനില്ല, യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷനാണ് US. അപ്പോൾ ഇതും 3 തന്നെയാണ്. ഇത് 3 വന്നത് തന്നെയാണ്, അല്ലാണ്ട് 4 പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് 3 തന്നെയാണ്. ഇപ്പം നോക്കുക, പി ഓഫ് സി ക്യൂ ഓഫ് സിക്ക് പോയി, ക്യൂ ഓഫ് സി ആർ ഓഫ് സിക്ക് പോയി. നോക്കാം, പി ഓഫ് സി ക്യൂ ഓഫ് സിക്ക് പോയി, ക്യൂ ഓഫ് സി ആർ ഓഫ് സിക്ക് പോയി. പോയോ? അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ എന്ത് പറയാം? 1, 3 കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്ത് പറയാം? മനസ്സിലാവുന്നുണ്ടോ? പി ഓഫ് സിയിൽ നിന്ന് ക്യൂ ഓഫ് സിയിലേക്ക് എത്തി, ക്യൂ ഓഫ് സിയിൽ നിന്ന് ആർ ഓഫ് സിയിലേക്ക് എത്തി. അപ്പം നമുക്ക് 5ാമത്തെ സ്റ്റെപ്പായിട്ട് എന്ത് പറയാം? പി ഓഫ് സി ഇംപ്ലൈസ് ആർ ഓഫ് സി എന്ന് പറഞ്ഞൂടെ? അല്ലേ? പി ഓഫ് സി ടു ക്യൂ ഓഫ് സി, ക്യൂ ഓഫ് സി ടു ആർ ഓഫ് സി. അങ്ങനെ എയിൽ നിന്ന് ബിക്ക് പോയി, ബിയിൽ നിന്ന് സിക്ക് പോയി. അപ്പോൾ എയിൽ നിന്ന് സിക്ക് വന്നെന്ന് പറഞ്ഞൂടെ? ഇല്ല അഭിരാമേ? അല്ലേ? അതാണ്, ഇതിനെ വിളിക്കുന്ന പേരാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തി അല്ലേ? ഇതാണ് നമ്മുടെ റൂള് ടി എന്ന് വിളിക്കുന്നത്, റൂള് ടി. മനസ്സിലായോ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തു, നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് എത്തി. അതപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് സി ആണെങ്കിൽ എ ഇംപ്ലൈസ് സി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആ റൂള് യൂസ് ചെയ്തു. നമുക്കറിയാവുന്ന പ്രെഡിക്കേറ്റിൻ്റെ, ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഈക്വലൻ ഫോമുലയാണത്. അതായത് നമ്മൾ ഈക്വലൻ ഫോമുലയിൽ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. പി ഇംപ്ലൈസ് ക്യൂ, അതുപോലെ ക്യൂ ഇംപ്ലൈസ് ആർ ആണെങ്കിൽ ദെൻ
പി ഇംപ്ലൈസ് ആറാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കാണിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ റൂൾ ടി എന്ന് വിളിച്ചത്. റൂൾ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു, ഈക്വലൻറ്റ് ഫോമിലൂടെ നമ്മൾക്ക് അറിയാവുന്ന ഇംപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു. അതാണ് റൂൾ ടി. ഇനി ഇതിലേക്കല്ല എത്തേണ്ടത്. ഇനി ഇതിലേക്ക് എത്തിയില്ലെങ്കിൽ അതിൻ്റെ എഴുതി വെച്ചോളൂ. ഈ സിയിൽ നിന്ന് ആറാമത്തെ സ്റ്റെപ്പാണ്. സിയിൽ നിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ജനറലൈസേഷൻ റൂൾ എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് എഴുതാം നമുക്ക് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ആർ ഓഫ് എക്സ്. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ്, അതായത് ഈ സാധനത്തേക്ക് എത്തി. ഇതാണ് റൂള് യൂണിവേഴ്സൽ ജനറലൈസേഷൻ. യൂണിവേഴ്സൽ ഫോർ ഓൾ വന്നതുകൊണ്ടാണ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞത്. ദയർ എക്സിസ്റ്റ് ആണെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഏതാണ്? 1, 3 തന്നെയാണ് യൂസ് ചെയ്തേക്കണം. 1, 3 യൂസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഉടായ്പ് ചെയ്തുകൂടെ? അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇങ്ങനെ ഫുൾ ഉടായ്പിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയേക്കുക കേട്ടോ. പ്രോബ്ലം കഴിഞ്ഞു. 15 മാർക്ക് നമ്മുടെ പോക്കറ്റിൽ. ഓക്കെ ആണോ? മറ്റേതിൻ്റെ അത്ര റിസ്ക് ഒന്നുമില്ല. ഫുൾ കള്ളത്തരം ചെയ്ത് വെച്ചോളൂ കേട്ടോ. വേറെ നിവൃത്തിയൊന്നുമില്ല. വേറെ ആരോടും പറയണ്ട. ഞാൻ സാറ് കള്ളത്തരം ചെയ്യാൻ പഠിപ്പിച്ചൊന്നും പറയണ്ട. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കട്ടെ. ഇത് എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ്. പറഞ്ഞോട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിനുള്ളൂ കേട്ടോ. ഈ ഒരു യൂണിറ്റ് ഇതിലുള്ള പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ. ഇതോടെ കൂടി യൂണിറ്റ് കഴിയട്ടോ. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷം നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നമുക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ അത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നേ. എന്ത് വന്നാലും അതിൻ്റെ എഴുതാം. ആദ്യം ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ തരാം, എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഫോർ എവരി എക്സ് പ്രൂവ് ദാറ്റ് ആണ്. പ്രൂവ് ദാറ്റ് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ്, ക്യൂ തന്നെയല്ലേ, ക്യൂ ഓഫ് എക്സ് കോമ ഫോർ എവരി എക്സ് ആർ ഓഫ് എക്സ് ഇംപ്ലൈസ് negation q of x for every x r of x implies negation q of x, r of x implies negation q of x. then ഇത് ഇങ്ങനെ implies for every x r of x implies negation p of x. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ഒന്നും നോക്കണ്ട, ഫുള്ള് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? പറയട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരയ്ക്കുക. മനസ്സിലായോ? നമ്മൾ വലിയ പഠിപ്പിച്ചിട്ടാന്ന് കാണിക്കാനാണ്. ടെസ്റ്റിൽ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ഞാനത് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഞാൻ പണ്ടൊരു പയ്യനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറേ മുമ്പ്, ഒരു 10 വർഷം മുമ്പ് ഒരു എൻ്റെ അടുത്ത് എഞ്ചിനീയറിംഗ് ട്യൂഷൻ വന്നൊരു പയ്യനെ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ അവൻ്റെ നോട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കുറേ തപ്പിയതിന് ശേഷം കിട്ടി. ഇതേപോലെ സ്റ്റെപ്സ് എഴുതാം.
then derivations റൂള്, പിന്നെ അവസാനത്തെ കോളത്തിന് പേരൊന്നുമില്ല. ഓക്കെ, സ്റ്റെപ്സ് എഴുതാണ് നമ്മൾ. അത് ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ പറയാം. ആദ്യത്തെ എടുക്കാം. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്. ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ്. അപ്പോൾ എന്താ പറയുക? ഇതിനെ വിളിക്കുന്ന പേര് റൂള് പി അല്ലേ? തന്നിലൊക്കെ ആണ് എഴുതി. അത് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ സെറ്റിൻ്റെ ഉള്ളിൽ എഴുതിക്കോളും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറയുക? നിങ്ങൾ പറയാം. ഫോർ എവരി എക്സ് എന്ന് പറഞ്ഞാൽ എ കൊടുക്കുക, സി കൊടുക്കുക അല്ലേ? ചിലർ എയും ബിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പി ഓഫ് സി ഇംപ്ലൈസ് ക്യൂ ഓഫ് സി. രണ്ട് വേരിയബിൾ, ഒരെണ്ണം എക്സ് ഒരെണ്ണം വൈ ആണെങ്കിൽ ഒരെണ്ണത്തിന് എയും ഒരെണ്ണത്തിന് ബിയും കൊടുക്കുക കേട്ടോ. രണ്ട് കോൺസ്റ്റൻറ്റ് കൊടുക്കണേ. പി ഓഫ് സി ഇംപ്ലൈസ് ക്യൂ ഓഫ് സി. ഇതെന്താ? റൂള് യൂണിവേഴ്സൽ സ്പെസിഫിക്കേഷൻ ഒന്ന് തന്നെയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് എഴുതുന്നു. ഫോർ എവരി എക്സ് ആർ ഓഫ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഓഫ് എക്സ്. അപ്പോൾ റൂള് പി അതിന് സി ആക്കുക. അപ്പോൾ ആർ ഓഫ് സി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഓഫ് സി. അപ്പോൾ റൂള് യു എസ്. ഇത് 3, ഇത് 3 തന്നെയാണ്. നാലാമത്തെ സ്റ്റെപ്പ് ഇട്ടാ 5. നമുക്ക് നോക്കാം. പി ഓഫ് സി ക്യൂ ഓഫ് സിക്ക് പോകുന്നുണ്ട്. ആർ ഓഫ് സി നെഗേഷൻ ക്യൂ ഓഫ് സിക്ക് പോകുന്നുണ്ട്. ഇവിടെ ഈ ക്യൂ ഓഫ് സി 2 എന്ന് വന്നാൽ നമുക്ക് ഏകദേശം എഴുതാറുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നെഗേഷൻ ക്യൂ ഓഫ് സിനെ മാറ്റി വെറും ക്യൂ ഓഫ് സി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും നെഗേഷൻ എടുത്താൽ മതിയില്ലേ? അല്ലേ? രണ്ട് സൈഡിലും എന്തെടുത്താൽ മതി? നെഗേഷൻ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് റഫായിട്ട് എവിടെയെങ്കിലും സൈഡിൽ എഴുതിക്കുക. കാരണം ആ സ്റ്റെപ്പ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നെഗേഷൻ ഓഫ് ആർ ഓഫ് സി. നെഗേഷൻ എടുക്കുമ്പോൾ എന്തുണ്ടാവും വെച്ചിട്ടാൽ ഈ സാധനം തിരിയും. നെഗേഷൻ ഓഫ് ക്യൂ ഓഫ് സി എന്ന് വരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റെപ്പാണ് എഴുതുന്നത്. അപ്പോൾ നെഗേഷൻ ക്യൂ ഓഫ് സി എന്ന് പറഞ്ഞാൽ രണ്ട് നെഗേഷൻ വരുമ്പോൾ ക്യാൻസലായി പോവും. അപ്പോൾ ക്യൂ ഓഫ് സി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ആർ ഓഫ് സി എന്ന് വരും. ക്യൂ ഓഫ് സി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ആർ ഓഫ് സി എന്ന് വരും. മനസ്സിലായോ? രണ്ട് സൈഡിലും നെഗേഷൻ എടുത്തു. ഓക്കെ ആണെടാ? ഓക്കെ. അപ്പോൾ ഇതെന്താ? ഇതിപ്പോൾ ചെയ്ത കാര്യം തന്നെ വീണ്ടും യൂസ് ചെയ്ത് കാണാം. അതിനെയാണ് നമ്മൾ റൂള് ടി എന്ന് വിളിക്കുന്നത് കേട്ടോ. റൂള് ടി. അപ്പോൾ ഇത് മൂന്നാമത്തെ കാര്യം തന്നെയാണ്. വേറൊരു മാറ്റം വന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം തന്നെയാണ് വീണ്ടും എഴുതിയത്. ഇപ്പം നോക്കുക. പി ഓഫ് സി ക്യൂ ഓഫ് സിക്ക് പോയി. ക്യൂ ഓഫ് സി നെഗേഷൻ ആർ ഓഫ് സിക്ക് പോയി. അപ്പോൾ ഈ 1ഉം ഈ 3ഉം കൂടി ചേർന്നാൽ എന്തായി മാറും? 1ഉം 3ഉം കൂടി ചേരുമ്പോൾ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നമ്പർ കൊടുത്താൽ മതി. 2ഉം ഏതാ 5ഉം കൂടി ചേർക്കാം അല്ലേ? 2ഉം 5ഉം കൊടുത്താൽ മതി. ഇനി കൺഫ്യൂഷൻ ആവണ്ട. ഇതിലുള്ള പോലെ ഇതിലുള്ള നമ്പർ തന്നെ കൊടുത്താൽ മതി. 2ഉം 5ഉം കൂടി ചേർത്ത് എന്താ വരിക? പറഞ്ഞോ. പി ഓഫ് സി ക്യൂ ഓഫ് സിക്ക് പോകുന്നു. ക്യൂ ഓഫ് സി നെഗേഷൻ ആർ ഓഫ് സിക്ക് പോയി. അപ്പോൾ പി ഓഫ് സി എവിടേക്ക് പോവും? ആറാമത്തെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് സി കണ്ടീഷണൽ നെഗേഷൻ ആർ ഓഫ് സി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇത് എന്ന് പറഞ്ഞാൽ എന്താ? അതും റൂള് ടി ആണല്ലേ? നമ്മൾ അറിയാവുന്ന റൂള് വീണ്ടും യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ റൂള് ടി എന്താണ്? 2ഉം 5ഉം കൂടി ചേർത്തു. നമുക്ക് പ്രൂവ് ദാറ്റിൽ വേണ്ടത് തിരിച്ചല്ലേ?
പി ഓഫ് സി നെഗേഷൻ ആർ ഓഫ് സി എന്നാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ആർ ഓഫ് സി ഇംപ്ലൈസ് നെഗേഷൻ പി ഓഫ് സി എന്നാണ്. ശരിയല്ലേ വേണ്ടേ? ആണോ? നമുക്ക് വേണ്ടത് ഈ തന്നതിൻ്റെ തിരിച്ചുള്ള സാധനം ഇത് വരേണ്ടത് രണ്ട് സൈഡിൽ നെഗേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഏഴാമത്തെ സ്റ്റെപ്പായിട്ട് എന്ത് എഴുതാം? മനസ്സിലായോ ഗ്രേസിൽ? അതായത് പി ഓഫ് സി ടു നെഗേഷൻ ആർ ഓഫ് സി എന്നല്ല വേണ്ടത്, ആർ ഓഫ് എക്സിൽ നിന്ന് നെഗേഷൻ പി. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുക, രണ്ട് സൈഡിൽ നെഗേഷൻ കൊടുത്താൽ ഇത് എന്ത് വരും? ആർ ഓഫ് സി ഇംപ്ലൈസ് നെഗേഷൻ പി ഓഫ് സി എന്നാവും. നെഗേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. മനസ്സിലായി? ഇതും റൂൾ ടി തന്നെയാണ്, നമുക്കറിയാവുന്ന റൂള് തിരിച്ചിട്ടൊക്കെയാണ് റൂൾ ടി. ഇവിടെ യൂസ് ചെയ്തത് ഇതന്നെ ആറാമത്തെ സ്റ്റെപ്പ് യൂസ് ചെയ്തു. ഇനി ഇതിനെന്ത് ചെയ്താൽ മതി? ഫോർ എവരി ആക്കിയാൽ മതിയില്ലേ? കാര്യം കഴിഞ്ഞില്ലേ? ഇതിനെന്ത് ചെയ്യാം? ഫോർ എവരി എക്സ് ആർ ഓഫ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ പി ഓഫ് എക്സ്. അതാണ് റൂള് യൂണിവേഴ്സൽ ജനറലൈസേഷൻ കേട്ടോ. യൂണിവേഴ്സൽ ജനറലൈസേഷൻ. ടെക്സ്റ്റിൽ ഈ സൈഡിലുള്ള നമ്പർ ഇത് കൊടുത്തിട്ടൊന്നുമില്ല, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തതാണേ. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ സൈഡിലുള്ള നമ്പറില്ലേ 1 2 3 4 എന്നുള്ള നമ്പറൊന്നും ടെസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6 യൂസ് ചെയ്തത്. 6 അല്ല, ഏഴാമത്തെ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. ടെസ്റ്റിലെ നമ്പർ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ മനസ്സിലായോ? ഈ മോഡൽ എന്ത് വന്നാലും ഇപ്പോൾ എഴുതാനുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? തന്നത് തന്നെ വീണ്ടും അങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, വൈകിട്ട് എന്തായാലും ഒന്നുകൂടി ഞാൻ ഒരു 1-2 പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. 7 മണിക്ക് എടുക്കാം വൈകിട്ട്. അഖിലെ കുഴപ്പമില്ലടാ, മനസ്സിലാവുന്നില്ല അഖിലെ? അല്ല, എന്തെങ്കിലും കൂടായ്പ ചെയ്യാമല്ലോ, കുഴപ്പമില്ല, രക്ഷപ്പെടുമല്ലോ. എന്നെക്കൊണ്ട് ഇത്രയും പറ്റുള്ളൂ കേട്ടോ, ഇതിലും വലുതൊന്നും ഇല്ല. ഓക്കെ, ഇങ്ങനെയെങ്കിലൊക്കെ പഠിക്കുക, അത്രയും നമുക്കൊണ്ട് നടക്കുള്ളൂ. ഞാൻ ഇതോടുകൂടി ഈ സംഭവം വെച്ച് അവസാനിപ്പിച്ചു. ഇനി ഞാൻ ജന്മത്ത് പഠിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ച് നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഞാൻ എടുത്തു തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ വലിയ പ്രശ്നമില്ല, എന്ത് വന്നാലും ഉടായ്പ ചെയ്യാം നമുക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ പേപ്പർ നോക്കുന്ന ആൾക്ക് പോലും ഒന്നും മനസ്സിലാവില്ല. ഇഷ്ടമാണ്, കാരണം ഒന്നും നോക്കണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതിനും മനസ്സിലാവില്ല, പേപ്പർ നോക്കുന്നതിനും മനസ്സിലാവില്ല. കാരണം മാത്സുകാർ ഞാൻ ഇത് പഠിച്ചിട്ടില്ല. ഞങ്ങളെന്തായാലും MSc മാത്സുകാർ പഠിച്ചാൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെക്കൻഡ് യൂണിറ്റ്. മനസ്സിലായോ? സെക്കൻഡ് യൂണിറ്റിൽ ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലംസ് ഇനി 2-3 കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ വിടാം. ഇതേപോലെ ഫസ്റ്റ് യൂണിറ്റിൽ ഇതേപോലെ കുറച്ച് റൂളുകൾ വെച്ച് പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് വൈകിട്ട് എടുക്കാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു ജയിക്കാനുള്ളതൊക്കെ കിട്ടും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവും, അത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പ് നന്നായിട്ട് നോക്കുക, മാർക്ക് ചെയ്ത് ഗ്രൂപ്പിൻ്റെ പ്രോബ്ലംസ് നോക്കുക. അതുപോലെ പാർഷ്യലി ഓർഡേർഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഹാസി ഡയഗ്രത്തിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ചെയ്യിപ്പിച്ചു തരാം. ദെൻ ആ റെക്കറൻസ് റിലേഷൻ്റെ പ്രോബ്ലം ഞാൻ ക്ലാസ്സിൽ എടുത്തിരുന്നു, അതൊന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, റിലേഷൻ ഫംഗ്ഷനൊക്കെ ഒഴിവാക്കുക കേട്ടോ. റിലേഷൻ ഫംഗ്ഷൻ ഒന്നുമില്ല നമുക്ക്. ഫംഗ്ഷൻസ് 1 1 1 2 ഫംഗ്ഷനൊക്കെ എടുത്തിരുന്നു, അതൊക്കെ പണ്ടത്തെ സിലബസിലായിരുന്നു. അതൊന്ന് സിലബസ് മാറിയത് അറിയാണ്ട് എടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ഈക്വലൻസ് റിലേഷനൊന്നുമില്ല. ഓക്കെ, അതൊന്നും പഠിക്കേണ്ട. ആദ്യം പഠിപ്പിച്ച മറ്റേ എന്താ പറയുക, മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ, അതൊന്നും ഇല്ല തോന്നുന്നു. അതൊന്നും വേണ്ട, ആദ്യം പഠിച്ചൊന്നും വേണ്ട. സബ് ഗ്രൂപ്പ് ഒന്നും വേണ്ട, ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചോ. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിലെ ഇംപ്ലിക്കേഷൻ അതൊക്കെ പഠിക്കുക. അതായത് ട്രൂത്ത് വാല്യൂസ് കാണാനും ടോട്ടോളജിക്കലി ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടാവുന്നില്ലേ,
എ ഇംപ്ലൈസ് ബി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ കണ്ടീഷണൽ മറ്റേ സാധനം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷണൽ മറ്റേ സാധനം ടോട്ടോളജിയാണെന്ന് പ്രൂവ് ചെയ്ത് വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന്. ഓക്കെ, പക്ഷെ അത് ഉണ്ടാവും ചെയ്യുന്നുണ്ട് സിലബസിൽ എന്തായാലും ഉണ്ടാവായിരിക്കില്ല. ഞാൻ നോക്കട്ടെ എന്തായാലും. പക്ഷെ അതിലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ? യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് ഞാൻ ഇട്ടത്. മോഡൽ എക്സാമിന് ഇട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എൻ്റേതായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, എല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷത്തെ സിലബസ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പോൾ അത് ഈ വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റിൽ ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് അയച്ചെന്ന ഒരു പേപ്പറിൽ സ്പെഷ്യലായിട്ട് മാറ്റി എന്ന് പറഞ്ഞിട്ട് അയച്ചേക്കാണ്. മനസ്സിലായോ? അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പഴയ സിലബസ് തന്നെ കിടക്കുന്നത്. അതാണ് നമ്മൾ ഞാനത് വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. അതാണ് ആകെ കൊളായത്. ഓക്കെ, അപ്പോൾ സിലബസിൽ വേറെ മാറ്റം വന്നത് പിന്നീടാണ് പ്രിൻസിപ്പളിന് അയച്ചു കൊടുത്ത ആ ഒരു ബുക്കിൻ്റെ കൂടെ ഒരു പേപ്പർ എക്സ്ട്രാ ഒട്ടിച്ചേക്കണം. ആ ശരിക്കുള്ള ഒറിജിനൽ ബുക്കിലും ഇതില്ല, നിങ്ങളുടെ കരിക്കുലം അയച്ചിട്ടുണ്ടല്ലോ അതിലും വേറെ സിലബസാണ്. പക്ഷേ അതിൻ്റെ കൂടെ മാത്സിൽ സിലബസ് മാറ്റം വരുത്തിയതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു പേജ് ഒട്ടിച്ചേക്കാണ്. അതാണ് പ്രശ്നം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സാധനം എന്ത് വന്നാലും ഇങ്ങനെ പ്രൂവ് ചെയ്യാം കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഏകദേശം ഒരു ധൈര്യം കിട്ടില്ല ഗ്രേസിൽ? ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എന്ത് വന്നാലും ഇത് തന്നെ സാധനം. റൂള് US കൊടുക്കുക, റൂള് ഇതൊക്കെ കൊടുക്കുക. അതായത് ഫോർ എവരി വരുമ്പോഴും POC വെക്കുക, ദേർ എക്സിസ്റ്റ് വന്നാലും POC വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അവസാനം മറ്റേലേക്ക് എത്തിക്കുക. എന്നിട്ട് ഈ സൈഡിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ മറക്കരുത്. ഇതേപോലെ നല്ല നീറ്റായിട്ട് ബോക്സൊക്കെ വരയ്ക്കുക, ഓരോ റൂളുകൾ സൈഡിൽ എഴുതണം. അതിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഓരോ റൂളിൻ്റെ പേരുകൾ സൈഡിൽ എഴുതി വയ്ക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയാൽ മതി. വേറെ കുറേ റൂളുകളൊക്കെ ഉണ്ട്, ഞാനതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാത്തിനും കൂട്ടിയിട്ട് റൂള് T റൂള് P ആക്കിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോഡ് എക്സ്പോണൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ റൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എഴുതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇടയിൽ പ്രൂവ് ചെയ്യുന്ന ഓരോ റൂളിന് ഓരോ പേരുകളുണ്ട്. തൽക്കാലം ഞാൻ മൊത്തത്തിൽ എല്ലാത്തിനും കൂടി റൂള് T ആക്കിയേക്കാണ്. ഓക്കെ, അങ്ങനെ മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, ഡൗട്ട് വരില്ല കേട്ടോ. ക്ലിയർ? അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പ്രൂവ് ചെയ്യാം. ഞാൻ എന്തായാലും വൈകിട്ട് എന്തായാലും കുറച്ച് 2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും കേട്ടോ. എനിക്ക് ക്ലാസ് ഉണ്ട്. ശരി, ഞാൻ പിന്നെ എടുക്കാം.